നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഇക്കുറി ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിഗണന കിട്ടും. ചെറുപ്പക്കാരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് കണക്ക് നിരത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുതുതന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ 50% ചെറുപ്പക്കാർ വേണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. KCയുടെ ഈ നിർദ്ദേശത്തിന് കൈകൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനും യുവാക്കൾക്കായി വാദിക്കും. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും തലമുറ മാറ്റത്തിന് സംസ്ഥാന കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഡാറ്റ വെച്ചാണ് ചെറുപ്പക്കാർക്കായി KCയുടെ വാദം. ചെറുപ്പക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പല കോട്ടകളിലും ഇക്കുറി അമ്പരപ്പിക്കുന്ന മാറ്റമുണ്ടായത്. മയ്യനാട്, കുമ്മിൽ തുടങ്ങിയ പഞ്ചായത്തുകളിലൊന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോഴേ പരാജയം സമ്മതിക്കാറാണ് പതിവ്. ഇക്കുറി ചെറുപ്പക്കാർ നേതൃത്വം ഏറ്റെടുത്തപ്പോഴാണ് ജനം കൂടെ നിന്നത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് പഞ്ചായത്തുകൾ UDFന് ലഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. KSU നേതാവ് നബീൽ കല്ലമ്പലം, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ പാലോട്, KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, ആനി പ്രസാദ് തുടങ്ങി കോർപ്പറേഷൻ വാർഡിൽ വിജയിച്ച വൈഷ്ണ സുരേഷ് വരെ നീളുന്നു ആ പട്ടിക. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് യുവത്വം വേണമെന്ന് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയും തലമുറ മാറ്റത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ക്യാമ്പിൽ KC വേണുഗോപാൽ അറിയിച്ചു. KCയുടെ വാദത്തിന് VDയും കൈയടിച്ചു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലക്ഷ്യ 2026 നേതൃത്വ ക്യാമ്പിൽ ഇതിനുള്ള തീരുമാനമായിട്ടുണ്ട്. തരൂരും ഈ വാദങ്ങളെ അംഗീകരിക്കുന്നു. തരൂരിനും പ്രചരണത്തിൽ ഇത്തവണ കോൺഗ്രസിൽ നിർണായക ഉത്തരവാദിത്തങ്ങൾ കാണും. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും വാദത്തിനെ പിന്താങ്ങിയതോടെ ചെറുപ്പക്കാരുടെ നിര തന്നെ കോൺഗ്രസിനായി മത്സരത്തിനിറങ്ങിയേക്കും. മികച്ച മുന്നൊരുക്കങ്ങൾക്കും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KCയും VDയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പ്രവർത്തന വിലയിരുത്തലിനായി നിയോജക മണ്ഡലങ്ങളിലെത്തും. 50% യുവത്വവും സ്ത്രീകളും AICC ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിലെ തീരുമാനം കേരളത്തിൽ കർശനമായി നടപ്പിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 50 വയസ്സിന് താഴെയുള്ളവർക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ 50% സംവരണം ഉറപ്പാക്കും. ഇതിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യം നൽകാനാണ് KC വേണുഗോപാലും VD സതീശനും ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യുവ മാജിക് 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയം ഈ തീരുമാനത്തിന് അടിത്തറയാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുവ കൗൺസിലർമാരുടെ മികച്ച പ്രവർത്തനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് ഉറപ്പിക്കൽ സഹായിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലുവും സംഘവും ഓരോ മണ്ഡലത്തിലും നടത്തിയ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാകും സ്ഥാനാർത്ഥി നിർണയം. വിജയസാധ്യത മാത്രമാകും ഏക മാനദണ്ഡമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പല മുതിർന്ന നേതാക്കൾക്കും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായേക്കാം, അല്ലെങ്കിൽ യുവാക്കൾക്കായി വഴിമാറേണ്ടി വന്നേക്കാം. സാധാരണ രീതിയിൽ നിന്ന് വിപരീതമായി സ്ഥാനാർത്ഥികൾ ഇത്തവണ വളരെ നേരത്തെ പ്രഖ്യാപിക്കും. ജനുവരി അവസാനത്തോടെ ആദ്യഘട്ട പട്ടിക പുറത്തിറങ്ങാനാണ് സാധ്യത. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മധുസൂദനൻ മിസ്ത്രി ചെയർപേഴ്സണായ സ്ക്രീനിംഗ് കമ്മിറ്റി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സംഘം ഉടൻ കേരളം സന്ദർശിച്ച് പ്രാദേശിക നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മത്സരിക്കാൻ താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. VM സുധീരനും K ബാബുവും പിന്മാറിക്കഴിഞ്ഞു. സമാനമായി മറ്റു പല മുതിർന്ന നേതാക്കളും പിന്തിരിയാനാണ് സാധ്യത. ഇതും യുവാക്കൾക്ക് സാധ്യതയായി മാറും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാകും തിരഞ്ഞെടുപ്പ് ഗോതയിലെ മുതിർന്ന താരം. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി പ്രചാരണത്തിൽ മുന്നിൽ കയറുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തന്ത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപന കാലതാമസം പ്രചാരണത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നേരത്തെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലെത്തി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും.